അങ്ങനെ നമ്മളുടെ സ്റ്റേക്കേഷൻ്റെ പാർട്ട് 6 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മളുടെ ബീച്ചൊക്കെ കറങ്ങി കണ്ട് ക്ഷീണിച്ച് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പം ദേ നമ്മളുടെ ബാത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നുമല്ലോ. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഒരു ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ളൊരു സാധനമാണത്. നിങ്ങൾക്ക് പലർക്കും അത് കേൾക്കുമ്പോൾ അയ്യേ ഇത് ഇത്ര വലിയ സംഭവമാണോ എന്ന് തോന്നാം. പക്ഷേ എനിക്കത് വലിയൊരു സംഭവമാണ്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. കാരണം പുറത്തുനിന്ന് അത്ര ഭയങ്കര ചൂടിന്ന് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നപ്പം എന്താ പറയുക, മനസ്സും ശരീരവും ഒരുപോലെ തണുത്തു എന്ന് പറയാം. പിന്നെ നമ്മളുടെ ബാത്റൂം നമ്മുടെ ജോസ് പ്രകാശിനെ പോലെ ഇട്ട് വന്നു. ആ ബാത്തബിൽ കിടന്ന് നിർവൃതി അടഞ്ഞതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ എൻ്റെ ആ ഒരു നിഷ്കളങ്കമായ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് ഡ്രസ്സൊക്കെ മാറിയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ പോകാൻ പോകണേ ഇവിടെ തന്നെയുള്ള സ്പീക്ക് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്, അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ എന്താണ് ഏട്ടൻ എന്നെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോകണത്. ഏട്ടന് പുതിയ എന്തെങ്കിലും ഐഡിയാസൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്, എന്താ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള നിലയ്ക്കാണ് എന്നെ ഇവിടെയൊക്കെ കൊണ്ടുപോകണേ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കപ്പലണ്ടിയൊക്കെ കിട്ടുമെന്ന്. ആ കപ്പലണ്ടിയൊക്കെ ഇരുന്ന് തിന്നു. പിന്നെ ഇല്ലേ, ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ പെപ്സി ഇതൊക്കെയാണ് ഓർഡർ ചെയ്യാറുള്ളത്. നല്ലതൊന്നുമല്ല, അല്ലെങ്കിൽ ഞാനൊന്നും ഓർഡർ ചെയ്യാറില്ല. കാരണം ഇവരുടെ ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്യാറുണ്ട്. അവർ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരണതൊക്കെ ക്യാനായിരിക്കും, അത് ഫ്രഷ് അല്ലല്ലോ. പിന്നെ അന്ന് രാവിലെ ഞാൻ ഈ പോണേക്കാട്ടിൽ മുന്നേ നമ്മുടെ ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു സാലഡിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോയതാണ്. അബദ്ധമായി പോയി. അതിലാകെ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളുടെ കുഞ്ഞി തക്കാളിയില്ലേ, ആ ഒരു സാധനം മാത്രമാണ്. ബാക്കി എങ്കിലും മാറ്റി വെച്ചു. ഏട്ടൻ ബുദ്ധിപൂർവ്വം എന്തോ ഒരു ബീഫിൻ്റെ ഒരു റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്തോ ഒരു യൂണിവേഴ്സൽ എന്താ പറയുക ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. കെട്ടിയമാർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ സൂപ്പറായിരിക്കും, അതേസമയം ഭാര്യമാർ ഓർഡർ ചെയ്യുന്നത് അത്ര ഫ്ലോപ്പായി പോകും. പിന്നെ ഏട്ടൻ്റെ ഫുഡ് കഴിച്ച് ഞാൻ നിർവൃതി അടഞ്ഞു. പിന്നെ ആ ഒരു ബാറിൽ ഒരു മലയാളി ഒരു ലേഡി, ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ 35th ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഭയങ്കര സൂപ്പർ വ്യൂ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മളുടെ ആ ഒരു പക്ക വ്യൂ കിട്ടുന്ന തരത്തിൽ തന്നെ നമ്മൾ ഒരു സീറ്റൊക്കെ നമ്മുടെ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ ആ ഒരു പച്ചക്കറിയൊക്കെ വായിലോട്ട് മിണുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പൊന്നും മാറില്ലല്ലോ. അപ്പോൾ നമ്മൾ രസം ബൈ അവിനാഷ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട നമ്മുടെ തലാപ്പാത്തിൽ നിന്നാണ് നമ്മൾ മലബാർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കൂടെ അൻബോർഡ് കൺമണി ഞാൻ മാത്രമേ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ ചാച്ചാൻ പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.